JNU വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മലയാളികളെ സംബന്ധിച്ച് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ സെൻട്രൽ പാനലിലേക്ക് മത്സരിക്കുന്നതിൽ 2 പേർ മലയാളികളാണ്. അതിലൊന്ന് SFI, ഐസ, DSU വിദ്യാർത്ഥി സംഘടനകളുടെ ഇടത് ഐക്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഗോപിക ബാബുവാണ്. ഗോപിക ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ വൈബ്, മൊത്തത്തിൽ വിജയിക്കൂ? അതെ, നല്ല വിശ്വാസമുണ്ട്. UGBM എൻ്റെ സ്പീച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം നല്ല റെസ്പോൺസാണ് വരുന്നത്. ലെഫ്റ്റ് യുണൈറ്റഡ് പാനൽ എല്ലാ സ്ഥാനാർത്ഥികൾ ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എഡ്യൂക്കേഷനുള്ളൊരു അറ്റാക്കാണ് മോദി സർക്കാരിൻ്റെ ഒരു മെയിൻ അജണ്ടയായിട്ട് വരുന്നത്. അപ്പോൾ 2019 ഇവിടെ ആൻറ്റി ഫീ ഹൈക്ക് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും യൂണിയനിൽ SFIയുടെ പ്രസിഡന്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസമാണ് സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് ഒരു ബിൽഡ് ചെയ്തിട്ട് NEPയുടെ എതിരെ അല്ലെങ്കിൽ കോർപ്പറേറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെതിരെ തന്നെ ഫൈറ്റ് ചെയ്യാനാണ്, ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ, ഫണ്ട് കട്ട്സിൻ്റെ എതിരെ ഉള്ളൊരു ഫൈറ്റാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ മെയിൻ അജണ്ട. സെൻട്രൽ ലൈബ്രറിയിൽ തന്നെ സീലിംഗ് മൊത്തത്തിൽ തകർന്ന് വീണു. ഹോസ്റ്റലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര നിലവാരം കുറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഫണ്ട് UGCന്ന് വരുന്നില്ല. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഫണ്ടിൽ നല്ലോണം കുറവ് വരുത്തിയിട്ടുണ്ട് മോദി ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ എതിരെയുള്ള ഫൈറ്റ് തന്നെയായിരിക്കും ഈ ഇലക്ഷനിൽ മെയിൻ അജണ്ട. ഇടത് സഖ്യത്തിനെതിരെ ഒറ്റയ്ക്കാണ് CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ASFന്റെ മത്സരം. PM ശ്രീയും വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് മൃദു കാവ്യ കേന്ദ്രിത നിലപാടുകളുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് അവർ വ്യക്തമാക്കുന്നു. ഞാനിവിടെ 4 വർഷമായി വിദ്യാർത്ഥിയാണ്, ഗവേഷക വിദ്യാർത്ഥി. അപ്പോൾ എനിക്ക് നല്ലൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്. കാര്യം 4 വർഷത്തെ പ്രവർത്തന വിദ്യാർത്ഥികളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായതാണ് ഈ PM ശ്രീ വിഷയം എന്ന് പറയുന്നത്. അതിൽ CPM എടുത്ത നിലപാടും CPIക്കുള്ള പ്രതിഷേധവും അത് JNUവിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയായിരുന്നു? അതെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാര്യം നമ്മൾ കാവ്യവൽക്കരണം നടക്കുന്നു, ഞങ്ങൾ ഇത് അനുഭവിക്കുന്നതാണ്. കാവ്യവൽക്കരണം ഏറ്റവും ശക്തമായ രീതിയാണ് ഞങ്ങൾ മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു അബദ്ധത്തിൽ ചെയ്തതാണെന്ന് പറയാൻ, ഫാസിസം അല്ലെങ്കിൽ നിയോ ഫാസിസം എന്തൊരു പൊസിഷനാണെങ്കിലും അത് തെറ്റാണ്. അവരാദ്യം തന്നെ വിദ്യാഭ്യാസം, ചിന്ത, സാംസ്കാരിക മേഖലയാണ് കൈകടത്തുക എന്നുള്ളത് ലോകത്ത് എല്ലായിടത്തും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നത് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അതായത് നാട്ടിൽ ഞാൻ കണ്ടു പലരും, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇത് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് നമ്മൾ ഇടതാണെന്നുള്ളൊരു പ്രഖ്യാപനം കൊണ്ടാണ്. ഞങ്ങളുടെ പ്രധാന മുദ്രാവാക്യങ്ങളൊന്ന് NEP NEP തള്ളിക്കളയുക എന്ന് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇടത് സംഘടനകളുടെയും പൊതുവായൊരു നയം. ഗാസയും ഹോസ്റ്റൽ ഫീസും മുതൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളും വിവാദങ്ങളും അടക്കം ചർച്ചയായ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് വൈകിട്ട് തന്നെ ആരംഭിക്കും. 6-ാം തീയതിയാണ് ഫലപ്രഖ്യാപനം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.